ഹലോ, വെൽക്കം ടു ജീവൂസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഒരു പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അല്ലെങ്കിൽ നമുക്കത് ഒരു മിക്സ്ഡ് റൈസ്, നമ്മൾ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുന്ന പോലെ സോയാ ചങ്ക്സ് റൈസുമായിട്ടാണ് കേട്ടോ. സോയാ ചങ്ക്സ് നമ്മൾ ഒത്തിരി പേര് അവഗണിക്കാറുണ്ട്, എങ്കിലും ഇവനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഞാൻ വഴിയേ പറയാം. നമ്മളുടെ സോയാ ചങ്ക്സ് നോൺ വെജിറ്റേറിയൻ്റെ ഒരു മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ലഭിക്കുന്ന ഒരു മെയിൻ സോഴ്സും കൂടെയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 2 കപ്പ് സോയാ ചങ്ക്സ് 2-3 പ്രാവശ്യം കഴുകി അതിന് കുതിർത്താനായിട്ട് ഇട്ടിരിക്കുന്ന കേട്ടോ വെള്ളത്തിൽ. അതവിടെ ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ലോങ് ഗ്രെയിൻ നമ്മുടെ ബസ്മതി റൈസ് ആണ്. അതും ഒരു 10-20 മിനിറ്റ് കുതിർത്താനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും 2 തക്കാളി മീഡിയം സൈസിൽ, പഴുത്ത തക്കാളിയാണ് ഏറ്റവും നല്ലത്. വീണ്ടും മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെ വേണ്ടത് മുളകാണ്. മുളക് 2 എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള ബേ ലീവ്സ്, ചെറിയ ജീരകം, പെരും ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത്രയാണ് കേട്ടോ. വീണ്ടും നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യുടെ കൂടെ ആവശ്യം വരുന്നുണ്ട്. നമ്മളുടെ സോയാ ചങ്ക്സിനെ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുതിർത്താൻ വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ജലാംശം എല്ലാം കളഞ്ഞ് നമ്മളൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും ഈ നമ്മുടെ ചങ്ക്സിലോട്ട് വേണ്ടി മാത്രമുള്ള അതിനു വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഞാനിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് നമ്മളുടെ അരിയും കൂടി ഒന്ന് വെള്ളം കളഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളുടെ പാരാവാരങ്ങളെല്ലാം റെഡി ആയിട്ട് നമ്മുടെ ചുറ്റും ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതുണ്ടാക്കുന്നത് ഒരു കുക്കറിലാണ് കേട്ടോ. അപ്പം നമുക്ക് കുക്കർ പെട്ടെന്ന് ഗ്യാസിലോട്ട് വെച്ചേക്കാം. അത് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് വേണ്ടാത്തവർക്ക് എന്തെങ്കിലും ഓയിൽ, വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തായാലും മതി കേട്ടോ. ഞാനിവിടെ നെയ്യിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ ഓൾ സ്പൈസസ് ഇല്ലേ, അതൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം. ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം ചട്ടപ്പടേന്ന് പൊട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. സവാളയുടെ ഒരു കളർ അങ്ങ് മാറിയാൽ മതി കേട്ടോ. വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലോട്ട് ഒഴിച്ച് പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വാട്ടി കൊടുക്കണം. വാട്ടി കൊടുത്തതിന് ശേഷം നമ്മളിനി ഇതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തക്കാളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. തക്കാളി നല്ല പഴുത്തതെടുക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ കയ്യിൽ അത്ര പഴുത്തതല്ലായിരുന്നു, പഴുത്തതെടുക്കുമായിരിക്കും എപ്പോഴും നല്ലത്. ഇനി തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വാടി വരണം. വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മൾക്ക് ഇവനെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഗ്രേവി പരുവത്തിൽ എടുക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഈ ഗ്രേവിയിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് നന്നായിട്ടൊരു 5-8 മിനിറ്റ് ആ കുക്കറിൽ ഇരുന്ന് തന്നെ ഒന്ന് കുക്കാവട്ടെ കേട്ടോ. സോയാ ചങ്ക്സ് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലും കൂടെ ഇട്ട് നമ്മുടെ റൈസിലോട്ട് ആവശ്യമായ ഉപ്പ് കൂടെ, അതായത് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ 1 പിടി മുന്നിൽ ഉപ്പ് നിൽക്കണം കേട്ടോ. അപ്പം അതോടെ വരാൻ പാകത്തിന് ഉപ്പോടെ പാകമെല്ലാം നോക്കി ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അരി ഇതിലോട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിലാണ് ഞാൻ അളഞ്ഞിരിക്കുന്നത്. നമ്മളുടെ പലരുടെയും അളവുകൾ പലതായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്ലാസ് ഏതാണോ ആ ഗ്ലാസ്സിൽ അരി എടുത്തതിന് ശേഷം ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളന്നൊഴിക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നമുക്ക് ഈ കുക്കറ് സാവധാനം അടച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വിസിൽ വരാറാവുമ്പോഴത്തേനും ലോയിലാക്കി 1 വിസിൽ വന്നതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് അവിടെ ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെച്ച് അതിൻ്റെ എയർ ഫുള്ള് പോയതിന് ശേഷം നമ്മൾ പയ്യെ അത് തുറക്കാമുള്ളൂ കേട്ടോ. തുറക്കണ വഴി തന്നെ ഇളക്കാതിരിക്കുകയാണെങ്കിൽ ആ ചോറ് കുഴയാതിരിക്കും. ഇപ്പം അതേ തുറന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് ഒന്ന് പൊക്കി കാണിച്ചല്ലേ പറ്റൂ. കണ്ടോ? അപ്പം ഇപ്പം തന്നെ ഇളക്കി കഴിഞ്ഞാൽ ചൂടോടെ സോഫ്റ്റായിട്ടിരിക്കുന്ന ചോറെല്ലാം കൂടെ കുഴയും കേട്ടോ. ഒരു കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആ റൈസ് എല്ലാം വിട്ട് വരും കേട്ടോ. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്.
ഈ ഒരു ഡിഷിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട കേട്ടോ. ഒരു ഒണിയൻ റൈത്ത ഉണ്ടെങ്കിൽ ധാരാളം. ഇനി ആർക്കെങ്കിലും പിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് അധികം സ്പൈസി ഒന്നുമല്ല, കണ്ടു കഴിഞ്ഞാൽ റെഡ് കളറിലാണെങ്കിലും പക്ഷേ അധികം സ്പൈസി ഒന്നുമല്ല. നിങ്ങൾക്കിനിയിപ്പം മീറ്റ് മസാല ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഫ്ലേവേഴ്സ് കൂട്ടിച്ചേർക്കണം എന്നുള്ളത് കൂട്ടിച്ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം കേട്ടോ.